ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ എക്സാം ദിവസത്തെ ഒരു റുട്ടീൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ എക്സാം തുടങ്ങുന്നത് 17-ാം തീയതിയും 19-ാം തീയതിയുമാണ്. പക്ഷേ ഞാൻ നേരത്തെ കൂട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടൊരു വീഡിയോ എക്സാം റുട്ടീൻ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ഷൂട്ട് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ശരിക്കും ഇവർ എക്സാം തുടങ്ങിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ക്ലാസ് വിട്ടിട്ട് എല്ലാവരും ഒരു 4 മണി കഴിയുമ്പോഴാണ് എത്തുക. 4:15, 4:30, 4:45 അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് വീട്ടിൽ അമ്മ സ്നാക്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, അതൊക്കെ കഴിക്കാവും പതിവ്. അപ്പോൾ അവർക്ക് ഞാനൊരു ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ്. ഞാൻ കുറച്ച് മധുരമൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, വെള്ളമൊക്കെ ചേർത്തിട്ട്. അപ്പോൾ അല്ലെങ്കിൽ ബീട്രൂട്ടിൻ്റെ വല്ലാത്തൊരു കുത്ത് വരും. അപ്പോൾ അവർക്കത് ഇഷ്ടമാണ്. ആദ്യം ഒരു മടിയുണ്ടായിരുന്നു, ആദ്യം അവർക്ക് എന്താണെന്ന് അറിയില്ലായിരുന്നു. പിന്നെ കുടിച്ച് കഴിഞ്ഞ് പിന്നീടാണ് അറിഞ്ഞത്. അറിയാത്തടത്തോളം കുഴപ്പമില്ല. ഇത് ഇന്ന സംഭവമാണെന്ന് അറിഞ്ഞാലാണ് നമുക്ക് അയ്യോ ഇതാണോ ഇതിങ്ങനെ കുടിക്കുമെന്ന് തോന്നുക കേട്ടോ. അപ്പോൾ എന്തായാലും അപ്പോൾ ക്ലാസ് ഉള്ള ദിവസമായാലും എക്സാം ഉള്ള ദിവസമായാലും ഒരു 1 hour ബ്രേക്ക് ടൈം നമ്മൾ ക്ലാസ് ഉള്ള ദിവസം നോർമൽ ദിവസമാണെങ്കിൽ ഒരു 1.5 മണിക്കൂർ ബ്രേക്ക് ടൈം നമുക്ക് കളിക്കാനൊക്കെ ആയിട്ട് നമുക്ക് എടുക്കാം. അതെന്ത് തന്നെയായാലും നമ്മൾ ഉപയോഗിക്കുക ആ ഒരു സമയം. കാരണം എന്ന് വെച്ചാൽ എക്സാം ഉണ്ടെന്നും പറഞ്ഞിട്ട് നമ്മൾ ഫുൾ നേരം പഠിച്ചുകൊണ്ടിരുന്നാലും നമ്മുടെ മനസ്സിനൊരു സുഖം തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബ്രേക്ക് ടൈം നമ്മൾ കൊടുക്കണം. ഞാനെപ്പോഴും കുട്ടികളോട് ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് ഫുൾ ടൈം ഇരുന്ന് പഠിക്കാനായിട്ട് പറയില്ല. അവരോട് പറയും നിങ്ങൾ കളിക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യി. വെറുതെ ഇങ്ങനെ അവർ കുത്തിപ്പിടിച്ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ എനിക്കിഷ്ടമില്ല. ഇത് അവരുടെ ആക്ടിവായിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് ഞാൻ പറയാറ്. അപ്പോൾ അന്നത്തെ ദിവസം അവർ പുറത്ത് പോയിട്ട് വേറെ കളിക്കാനൊന്നും പോയില്ല. കാരണം 2 പേർക്ക് ഇത്തിരി ചുമയും നിരുവീഴ്ചയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചിന് ഓടി കളിച്ച് വല്ലാതെ വയ്യാണ്ടാവണ്ട വെച്ചിട്ട് ഇങ്ങനത്തെ ആക്ടിവിറ്റികൾ, ഇങ്ങനത്തെ ബോക്സുകൾ ഉണ്ട് നമ്മുടെ കയ്യിൽ, ആക്ടിവിറ്റി ബുക്കുകളുണ്ട്. അപ്പോൾ അതിൽ നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ റോസും ആണെങ്കിൽ ഈ ഒരു പാറ്റേൺസ് മാച്ച് ചെയ്യുന്നൊരു ഗെയിമാണിത്. അപ്പോൾ ഇത് എൽ പി എന്ന് പറഞ്ഞാൽ LKG തൊട്ടിട്ട് 3-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കൊക്കെ ആയിട്ടത്. അത് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഈസിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പാറ്റേൺസ് ഇങ്ങനെ മാച്ച് ചെയ്യുന്നൊരു ഗെയിം. അപ്പോൾ നല്ല രസമാണ്. കുട്ടികളുടെ കൂടെ നമ്മൾ ഇരുന്ന് അവരും അതിങ്ങനെ ചെയ്തോളൂ, അല്ലെങ്കിൽ അവർക്ക് തന്നെ ഇരുന്നിട്ടായാലും പ്ലേ ചെയ്യാം. അടുത്തതായിട്ട് കുറച്ചും കൂടി വലിയ കുട്ടികൾക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിമാണ് പെൻഡോ പസിൽ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പസിലിൻ്റെ ഈ ഒരു ഗെയിമിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു ബോർഡ് ഉണ്ടായിരിക്കും, ഒരു ബ്രൗൺ കളറിലൊരു ബോർഡ് ഉണ്ട്. 10 കളർ ബ്ലോക്സ് ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരതിൽ 10 കളർ ബ്ലോക്സ് ഉണ്ടെങ്കിലും ഇത് കണ്ടില്ലേ, അതിൽ അവർ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. കണ്ടാൽ നിങ്ങൾക്ക് 1, 2, 3 എന്നൊക്കെ. അപ്പോൾ അതിൽ അവർ കൊടുത്തിരിക്കുന്നത് ഇതിലുള്ള 4 ബ്ലോക്സ് ഉപയോഗിച്ചിട്ട്, 4 ബ്ലോക്സ് മാത്രം ഉപയോഗിച്ചിട്ട് ആ ബോക്സ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യണം കൃത്യമായിട്ട്. അപ്പോൾ അത് പല ഷേപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ആലോചിച്ചിട്ട് വേണം ഏത് ഷേപ്പ് എങ്ങനെ വെച്ചാലാണ് ഈ ഒരു ബോക്സ് ഫില്ലാവാൻ നമുക്കൊരു ഐഡിയ കിട്ടണം. അപ്പോൾ ഈ ഒരു ഗെയിം നമ്മുടെ ക്ഷമേനെ പരീക്ഷിക്കുന്ന ഒരു ഗെയിമാണ്. നമുക്ക് കുറേ നേരം ക്ഷമയോട് കൂടി ട്രൈ ചെയ്യേണ്ട ഒരു ഗെയിമാണ്. എല്ലാ കുട്ടികൾക്ക് ഇത് പ്ലേ ചെയ്യണം ക്ഷമ ചിലപ്പോൾ കിട്ടണമെന്നില്ല, ഇറിറ്റേഷൻ വരും ഇത് കൃത്യമാവാതാവുമ്പോൾ. പക്ഷെ ചിലവർ അത് ഓവർകം ചെയ്തിട്ട് അത് നന്നായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും, നന്നായിട്ട്. അപ്പോൾ കോൺസെൻട്രേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ ഓരോ കുട്ടികളുടെ ഇൻട്രസ്റ്റ് ആണ്. ചിലപ്പോൾ ചിലവർക്ക് ഈ പസിലായിരിക്കും ചെയ്യാനായിട്ട് ഇഷ്ടം, ചിലവർക്ക് ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമുണ്ടാവില്ല. ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും പടം വരയ്ക്കാനോ അങ്ങനെ എന്തോ ആവാം. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഇഷ്ടം ആ ഒരു കാര്യം ഈ ഒരു 1 hour ചെയ്യാമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ 1 hour ഫ്രീ ടൈം കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ സമയം 6 മണി മുതൽ ഒരു 8 മണി വരെയാണ് നമ്മൾ പഠിക്കാനായിട്ടിരിക്കുന്നത്, ഒരു 8:15 വരെ മാക്സിമം. ഈ ഒരു പഠനത്തിൻ്റെ സമയം നമ്മൾ പരീക്ഷ സമയത്ത് തീരുമാനിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പരീക്ഷയുടെ ടൈമിംഗ് അനുസരിച്ചാണ്. ചിലർക്ക് പരീക്ഷ രാവിലെ ആയിരിക്കും. രാവിലത്തെ പരീക്ഷ സാധാരണ തുടങ്ങുന്നത് ഒരു 10 മണിക്കാണ്. അപ്പോൾ നമ്മൾ സ്കൂളിൽ ഒരു 9:30 ആകുമ്പോഴേക്കും എന്തായാലും എത്തണം. ഉച്ചയ്ക്കുള്ള പരീക്ഷയാണെങ്കിൽ 1:30ക്കാണ് പലർക്കും പരീക്ഷ തുടങ്ങണേ. അപ്പോൾ 1 മണിയാകുമ്പോഴേക്കും സ്കൂളിലെത്തണം. രാവിലത്തെ പരീക്ഷയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം തന്നെ എല്ലാം പഠിച്ച് തീർക്കണം. രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് നമുക്ക് പിന്നെ സ്കൂളിലേക്ക് പോകണ തിരക്കായിരിക്കും. പക്ഷേ ഉച്ചയ്ക്ക് പരീക്ഷയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉച്ച വരെയുള്ള സമയം കുറച്ച് പഠിക്കാനായിട്ട് കിട്ടും. പക്ഷേ നമ്മൾ ക്ലാസ് വിട്ട് എക്സാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നാലെ തന്നെ കുറച്ച് നേരം ഫ്രീ ടൈം കഴിഞ്ഞാൽ തന്നെ പഠിച്ചും തുടങ്ങണം. അപ്പോൾ അങ്ങനെ അതനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ നമ്മുടെ പരീക്ഷ ഇപ്പോൾ LP കാർക്കൊക്കെ ഒരുവിധം എല്ലാം രാവിലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രാവിലത്തെ ടൈം നമ്മൾ ബിസി ആവാതിരിക്കണമെങ്കിൽ നമ്മൾ തലേദിവസം തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവണം. ഇനി UP കാർക്കൊക്കെ ഒരുവിധം ഉച്ചയ്ക്കാണ് പരീക്ഷ. അപ്പോൾ അവർക്ക് ഇത്തിരി വൈകുന്നേരം കുറച്ച് നേരം ഇരുന്ന് പഠിച്ചിട്ട് ലൈറ്റായിട്ട് ഇത്തിരി രാവിലെ എഴുന്നേറ്റാലും അത്ര കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എക്സാം ഉച്ചയ്ക്കാണല്ലോ. നിങ്ങളുടെ ടൈമിങ്, നിങ്ങൾക്ക് ഏത് ടൈമാണ് കൂടുതൽ ഇഷ്ടം? ഉച്ചയ്ക്കാണോ പരീക്ഷ ഇഷ്ടം, അല്ലെങ്കിൽ രാവിലെയാണോ ഇഷ്ടം? എനിക്ക് രണ്ടും ഇഷ്ടമായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ രാവിലെ പോവുകയാണെങ്കിൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് പോയിട്ട് വരാം. ഉച്ചയാകുമ്പോഴേക്കും വീട്ടിലെത്തുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്.
പക്ഷേ നമ്മൾ ഉച്ചയ്ക്ക് പരീക്ഷയ്ക്ക് പോകുമ്പോൾ എന്ന് വെച്ചാൽ 4 മണി ആവുമല്ലോ ക്ലാസ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് പിന്നാലെ തന്നെ പഠിക്കാൻ ഇരിക്കുമ്പോൾ എന്തോ ഒരു ഫീല് തോന്നും. പക്ഷേ ഉച്ചയ്ക്ക് പരീക്ഷയ്ക്ക് പോകുമ്പോൾ എന്തൊരു ഗുണം എന്ന് വെച്ചാൽ രാവിലെ നമുക്ക് ഇത്തിരി സമാധാനത്തിൽ എഴുന്നേറ്റ് പഠിച്ചിട്ടൊക്കെ പോയാൽ മതി. പക്ഷേ ഉച്ചയ്ക്ക് പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒരു ഉറക്കപ്പിച്ച് പോലെ എനിക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച് കുളിച്ച് പോയി അവിടെ ഇരുന്ന് കഴിഞ്ഞ് ഇങ്ങനെ ഉറക്കം വരും. പ്രത്യേകിച്ച് തലയൊക്കെ കുളിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഉറക്കം വരാൻ തുടങ്ങും. അപ്പോൾ എന്തായാലും നമുക്കിനി 8:15 സമയം നമ്മുടെ ബാഗൊക്കെ നമുക്ക് പാക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് മസ്റ്റായിട്ട് വേണ്ടത് നമ്മുടെ ബോക്സാണ്. ബോക്സിൽ നമ്മൾ 2 പെന്നോ 3 പെന്നോ വെക്കുക, ഒരു പെൻസിൽ, സ്കെയില്, ഇറേസർ, ഷാർപ്പ്നർ. ഇതാണ് UP ലെവൽ കുട്ടികൾക്ക് വെക്കണേ. അപ്പോൾ എൻ്റെ മോള് കുറച്ച് ഫാൻസി ആയിട്ടുള്ള പെന്നൊക്കെ വെച്ച് ഞാൻ പറഞ്ഞു അതൊന്നും വെക്കണ്ട, എന്തെങ്കിലും വല്ല കംപ്ലയിൻറ്റ് വന്നാൽ പിന്നെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അവളത് പിന്നെ എടുത്ത് മാറ്റിയിട്ടാണ് നോർമലായിട്ടുള്ള നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന പെന്ന് വെക്കുക. പുതിയൊരു പെന്ന് എടുത്തിട്ട് വെക്കുമ്പോൾ അത് നന്നായിട്ട് എഴുതുന്നുണ്ടോ സ്മൂത്തായിട്ട് പറ്റുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് ആകെ ടെൻഷനാവും. അപ്പോൾ നമ്മൾ ഹൈലൈറ്ററും കാര്യങ്ങളൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, അവൾ വെറുതെ അതൊക്കെ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത്യാവശ്യമുള്ള അങ്ങനത്തെ ഐറ്റംസ്. UP ലെവലാണെങ്കിൽ പെന്നും ഇതൊക്കെ ആയിരിക്കും കൊണ്ടുപോകാലോ കൂടുതലും. LP ലെവൽ കുട്ടികളാണെങ്കിൽ അത് വഴിയെ കാണിച്ചു തരാം കേട്ടോ എന്താ വെക്കുന്നതെന്ന്. അപ്പോൾ ഈസയുടെ ബോക്സൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വെക്കുന്നത് എന്താണ്, നമ്മൾ മാത്സ് പരീക്ഷയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് വെക്കുക. അപ്പോൾ ഇവൾക്ക് 2 ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഉണ്ട്. ഈ ഒരു ബോക്സ് സ്ഥിരമായിട്ട് ബാഗിൽ ഇരിക്കുകയാണ്, അത് പുറത്ത് ഉപയോഗിക്കുമ്പോൾ വേറെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് മിസ്സാവാതിരിക്കാനാണ് ഇത് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു എമർജൻസി കിറ്റ് നമ്മുടെ കയ്യിൽ വെക്കുക. അത് നമുക്ക് ഏത് സമയത്താണ് ആവശ്യം വരാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അപ്പോൾ അത് നമ്മുടെ കയ്യിൽ വെക്കുക. പിന്നെ കളേഴ്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി വെക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ പറ്റാവുന്നത് നമ്മുടെ ഐറ്റംസൊക്കെ നമ്മൾ കയ്യിൽ വെക്കുക. ഇനി അബദ്ധത്തിൽ എന്തെങ്കിലും മിസ്സായി പോയാൽ നമുക്ക് പിന്നെ അത് മറ്റുള്ളവരുടെ വാങ്ങാനൊക്കെ എക്സാം സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മളൊന്ന് തലേദിവസം തന്നെ വെക്കുന്നത്. വെള്ളം നമ്മുടെ കയ്യിൽ കരുതുക. ചിലപ്പോൾ ബാഗ് നമ്മൾ പുറത്ത് വയ്ക്കേണ്ടി വരും, നമുക്ക് കൈ പിടിക്കാൻ പറ്റില്ല, എന്നിരുന്നാലും അത് കയ്യിൽ വെക്കുക. റൈറ്റിംഗ് പാഡ് ഉപയോഗിക്കാൻ നിങ്ങളുടെ സ്കൂളിൽ അനുവദിക്കുന്നുണ്ടെങ്കിൽ അത് വെക്കുക. ചില സ്കൂളുകളിൽ സമ്മതിക്കാറില്ല. പറ്റാവുന്നതും ഡിസൈൻസ് ഒന്നും ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് പാഡ് എടുക്കുക. കുറേ പിക്ചേഴ്സൊക്കെ ആയിട്ടുള്ളത് എടുക്കാതെ നോർമൽ പ്ലെയിൻ ആയിട്ടുള്ളവരുടെ എടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇസയുടെ ബാഗിൽ അവൾ സാധാരണ എക്സാമിന് കൊണ്ടുപോകാറ്. റോസൂനും ഇതേപോലെ തന്നെ പെന്നിന് പകരം പെൻസിലാണ് വെക്കണേ. പെൻസിലൊക്കെ ഷാർപ്പൻ ചെയ്ത് വെക്കുക. അവൾ ചെത്തിയിട്ടില്ല പെൻസിൽ, നമ്മളത് ചെത്തിയിട്ട് വെക്കും. പിന്നെ ഇറേസറും അതുപോലെ തന്നെ ഷാർപ്പ്നറും സ്കെയിലും എല്ലാം വയ്ക്കുക. അതൊക്കെ കുട്ടികൾക്ക് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന പോലെ. ഇപ്പോൾ സ്കെയിൽ ആ പാക്കറ്റിൽ വെക്കുന്നത് അത് മാറ്റണം. അതൊക്കെ വെച്ചിട്ട് നമ്മൾ റെഡിയാക്കി വെക്കുക. ഇത്രയേ ഉള്ളൂ. പിന്നെ അവൾക്ക് കളേഴ്സും കൂടിയാണ് ആവശ്യം വരിക, ക്രയോൺസ്, അതും ഉപയോഗിക്കാം. അപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്തെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 8:30 പ്രാർത്ഥനയുടെ സമയം. അപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡിന്നർ കഴിക്കും. അപ്പോൾ അന്നത്തെ ദിവസം പിന്നെ TV കാര്യങ്ങളും വൈകുന്നേരം പിന്നെ വെച്ചില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, TV കണ്ടിട്ട് പിന്നെ സിനിമ കാണാനിരുന്നാൽ നമ്മൾ കുറേ നേരം അതിനിരിക്കും. അപ്പോൾ എക്സാം സമയത്ത് പിന്നെ ആ ഒരു സമയം വെറുതെ ലേറ്റാക്കി കിടന്നുറങ്ങുമ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ പിന്നെ ഭക്ഷണം എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഈസ മാത്രം കുറച്ചും കൂടി സമയം ഇരുന്ന് പഠിച്ചു. കാരണം അവൾക്ക് നെക്സ്റ്റ് ഡേ പരീക്ഷ ആയതുകൊണ്ട് പഠിച്ചു. പക്ഷേ റോസുവിന് പരീക്ഷ നെക്സ്റ്റ് ഡേ ഒന്നുമില്ല. അപ്പോൾ പിന്നെ അവൾ പിന്നെ വൈകുന്നേരം ഇരുന്നൊന്നുമില്ല. എന്നാലും വൈകുന്നേരം കുറേ ലേറ്റായിട്ടൊന്നും ഇരുന്നില്ല. ഒരു 10 മണി വരെയൊക്കെ 10:15 വരെ ആയിപ്പിക്കും സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇനിയാണ് നമ്മുടെ ടൈമിങ്ങിൽ കുറച്ച് മാറ്റങ്ങൾ വരിക. രാവിലെ പരീക്ഷയുള്ളവർ എഴുന്നേൽക്കുന്ന സമയവും അതുപോലെ എക്സാം ഉച്ചയ്ക്കാണെങ്കിൽ എഴുന്നേൽക്കുന്ന ടൈമും നമുക്കൊന്ന് മാറ്റങ്ങൾ വരുത്താം. രാവിലെ തന്നെയാണ് നമ്മുടെ എക്സാം, നമുക്ക് പഠിക്കാനുണ്ട്, നമുക്കൊന്ന് റിവൈസ് ചെയ്യണമെങ്കിൽ ഒരു 6 മണിക്കൊക്കെ എഴുന്നേക്കാം. 5:30 എഴുന്നേക്കണമെങ്കിൽ എഴുന്നേക്കാം കേട്ടോ. അപ്പോൾ 6 മണിക്കൊക്കെ എഴുന്നേക്കാം. ആഫ്റ്റർനൂണാണ് എക്സാം എന്നുണ്ടെങ്കിൽ ഒരു 6:30 കഴിഞ്ഞ് 6:45 ആയിട്ടാണ് എഴുന്നേക്കുക. അപ്പോൾ ഇസ ആ സമയത്താണ് എഴുന്നേക്കണത്, കാരണം അവളുടെ ആഫ്റ്റർനൂൺ എക്സാമാണ്. അപ്പോൾ ആഫ്റ്റർനൂണാണ് നിങ്ങൾക്ക് പരീക്ഷ എന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 7 മുതൽ ഒരു 8:30 വരെ പഠിക്കാം. ഇനി രാവിലെയാണ് നിങ്ങളുടെ പരീക്ഷ എന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ ഒരു 6 മണി മുതൽ 7:30 വരെ 1.5 മണിക്കൂറെ പഠിക്കാനായിട്ട് കിട്ടുള്ളൂ. ബാക്കി പിന്നെ എന്താണ്, നമ്മൾ പതിവ് പോലെ കുളിച്ച് ഫ്രഷായി ഭക്ഷണമൊക്കെ കഴിച്ച് ക്ലാസ്സിലോട്ട് പോകുന്ന ഒരു രീതിയിലായിരിക്കും. ഇപ്പം ഞാനിനി പറയാൻ പോണതെല്ലാം ഉച്ചയ്ക്ക് പരീക്ഷയുള്ള ഒരു ദിവസം എങ്ങനെയായിരിക്കും നമ്മളുടെ എക്സാം എന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റഡി സെഷൻ നമ്മൾ പറഞ്ഞില്ല 7 മുതൽ 8:30 വരെ പഠിക്കണേ. 8:30 ആകുമ്പോൾ നമ്മൾ കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒരു 9:30 ആകുമ്പോൾ പഠിക്കാനായിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ 8:30 കുളിച്ച് ഫ്രഷായി 9 മണിക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. 9:30 ആകുമ്പോൾ നമ്മൾ വീണ്ടും പഠിക്കാനിരിക്കും. 9:30 മുതൽ ഒരു 11:30 വരെയാണ് നമ്മൾ പഠിക്കാതിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ബ്രേക്കും കാര്യങ്ങളും എടുക്കണമെങ്കിൽ എടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ സാധാരണ ക്ലാസ്സിൽ പോകുന്ന പോലെ തന്നെ റെഡിയായി കാര്യങ്ങളൊക്കെ ചെയ്യാം. അത്രയേ ഉള്ളൂ വ്യത്യാസം കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലാസ്സിലോട്ട് റെഡി ആകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എന്നും ക്ലാസ്സിലേക്ക് പോകുന്ന പോലെ തന്നെ നല്ല കുളിച്ച് ഫ്രഷായി നീറ്റായിട്ട് ക്ലാസ്സിലോട്ട് പോവുക. എക്സാം സമയത്ത് നമുക്ക് പഠിക്കേണ്ട സ്ട്രെസ്സ് കാരണം നമുക്ക് ഒന്നിനൊരു മൂഡില്ലാത്ത പോലെ ആകെ ഒരു ഇറിറ്റേറ്റഡ് ആയിട്ട് നമ്മൾ എക്സാമിന് പോയിരുന്നാൽ നമുക്കൊരു ഉണർവ് ഉണ്ടാവില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളെപ്പോഴും നല്ല ഫ്രഷും നീറ്റായിട്ടും ഏതൊരു ദിവസമായാലും ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അതേപോലെ തന്നെ പോവുക.
അപ്പോഴാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചെന്നിരിക്കുമ്പോൾ നമ്മൾ ഈ പഠിച്ചതിൻ്റെ ഒക്കെ ആ ഒരു റിസൾട്ട് നമുക്ക് പേപ്പറിലോട്ട് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്കാണ് എക്സാമിന് പോകണമെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്കത്തെ ലഞ്ചും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോവുക. പല കുട്ടികളും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കത്തെ ലഞ്ചൊക്കെ സ്കിപ്പ് ചെയ്ത് ടെൻഷൻ അടിച്ച് പരീക്ഷയ്ക്ക് പോയിട്ട് തല ചുറ്റി വീഴുക, അങ്ങനത്തെ വയ്യായൊക്കെ വരും. അപ്പോൾ അങ്ങനെ നമ്മൾ പരീക്ഷയ്ക്ക് പോയിട്ട് വയ്യാതായി കഴിഞ്ഞാൽ എന്താവും സ്ഥിതി? അത് കഴിഞ്ഞ് നമ്മുടെ ബാഗിൽ എല്ലാ ഐറ്റംസൊക്കെ വെച്ചിട്ടില്ലേ എന്ന് ചെക്ക് ചെയ്യുക. വീട്ടിലെല്ലാവരോടും പ്രാർത്ഥിക്കാനായിട്ടും ബ്ലെസ്സിങ്സൊക്കെ ചോദിക്കുക, അനുഗ്രഹം വാങ്ങുക. അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് യാത്രയൊക്കെ പറഞ്ഞ് ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇവരുടെ ഒരു എക്സാം ദിവസം, ഇവരുടെ റുട്ടീൻ. അപ്പോൾ ഇത് ശരിക്കുള്ള ദിവസത്തെ അല്ല കേട്ടോ, ഞാൻ കുറച്ച് ക്ലിപ്സ് ആഡ് ചെയ്തിട്ട് റുട്ടീൻ നിങ്ങൾക്ക് വേണ്ടി നേരത്തെ കൂട്ടി ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. കാരണം ഇനി എക്സാം തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്ന് നമ്മുടെ എക്സാം സീരീസിലെ ലാസ്റ്റ് വീഡിയോ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി എക്സാം തുടങ്ങുകയാണ്, എൻ്റെ മക്കൾക്ക് എക്സാം തുടങ്ങുകയാണ്. അപ്പോൾ ചിലപ്പോൾ അവർ ഫോൺ അധികം ഇതുപോലെ നിങ്ങളെപ്പോലെ തന്നെ ഫോൺ അധികം നോക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ എക്സാം സീരീസ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ നല്ല നല്ല വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എക്സാമിന് എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ലതായിട്ട് പരീക്ഷ എഴുതുക. എല്ലാവർക്കും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, ബെസ്റ്റ് വിഷസ് നേരുന്നു. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.